ചങ്ങനാശ്ശേരി സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. UDF-ൽ അവർക്ക് അവിടെ വിജയസാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രമേയം. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. അതായത് ഈ ചങ്ങനാശ്ശേരി സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കണം എന്നാണോ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നത്? ജോസഫ് ഗ്രൂപ്പിന് ആളുമില്ല, വിജയസാധ്യതയും ഇല്ല എന്നാണോ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുന്നത്? തീർച്ചയായിട്ടും മനു, അത്തരൊരു ആവശ്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF-ന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ 10 സീറ്റാണ് അവർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ അത്രത്തോളം സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ആദ്യം മുതൽ സ്വീകരിച്ചത്. ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചയിൽ ഈ നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വച്ചുവെങ്കിൽ കൂടിയും ജോസഫ് വിഭാഗം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് ചർച്ച പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് പുതിയുഗ യാത്ര കോട്ടയത്തെത്തുമ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞെങ്കിലും അപ്പോഴും ചർച്ചകൾ നടന്നില്ല. ഏറ്റവും ഒടുവിൽ അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ എത്തിച്ച് ജോസഫ് വിഭാഗത്തിന്റെ 4 സീറ്റുകൾ ഏറ്റെടുക്കുക എന്ന ഒരു തന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി സീറ്റ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രമേയത്തിലൂടെയാണ് ഈ ആവശ്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള 4 സീറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ ചങ്ങനാശ്ശേരിയും പറഞ്ഞു കേട്ടിരുന്നതാണ്. എന്നാൽ പിന്നീട് ചങ്ങനാശ്ശേരി ഒഴിവാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഏറ്റുമാനൂര്, കോതമംഗലം, അതുപോലെ കുട്ടനാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലാണ് ചങ്ങനാശ്ശേരി കൂടി ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വരുന്നത്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് വിട്ടു നൽകിയാൽ കൂടിയും കോൺഗ്രസ് നേതൃത്വം പ്രചരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും കുട്ടനാട് സീറ്റിന്റെ കാര്യത്തിൽ കുട്ടനാട് സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാട് ജോസഫ് വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം അത് നേരത്തെ പറഞ്ഞ ഡീൽ പ്രകാരം ഒരു ആൾക്ക് നൽകിയിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചത്. എന്തായാലും 4 സീറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചങ്ങനാശ്ശേരി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മനു.